മലയാളികൾ വലിയൊരു പ്രവാസി സമൂഹമാണ്. ഗൾഫിലേക്കും മറ്റ് ദേശങ്ങളിലേക്കും തൊഴിൽ തേടി പോകുന്ന മലയാളികളുടെ എണ്ണം നാൾതോറും വർദ്ധിക്കുകയാണ്. എന്നാൽ ഉപജീവനമാർഗം തേടി നമ്മുടെ നാട്ടിലെത്തുന്ന അന്യദേശ തൊഴിലാളികളോട് നാം ചെയ്യുന്നത് എന്താണ്? Trivandrum Express via LFP will arrive shortly on Alabad station. Platform number 1. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഈ വർഷം ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ പഠന റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ തൊഴിൽ മേഖലയിലേക്ക് കുടിയേറിയ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം 25 ലക്ഷത്തിൽ അധികമാണ്. ഇതു സംബന്ധിച്ച് നമ്മുടെ സർക്കാരിന്റെ പക്കൽ കണക്കുകളില്ല. കണക്കെടുക്കാൻ ശ്രമം നടക്കുന്നുമില്ല. നമ്മുടെ വികസന രേഖകളിൽ ഇവർ താമസിക്കുന്ന വലിയ പഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റി വികസന രേഖകളിലോ എന്തെങ്കിലും തരത്തിൽ ഇവരെ അഭിസംബോധന ചെയ്യുന്ന ഇവരുടെ സാന്നിധ്യത്തെങ്കിലും കണക്കിലെടുക്കുന്ന യാതൊരു പദ്ധതികളും ഇല്ല. അപ്പോൾ ഇവരെ നമ്മൾ കണ്ടില്ലെന്ന് അടിക്കുകയും ചെയ്യുന്നത്, ഇവരുടെ അധ്വാനം ഉപയോഗിക്കുകയും ഇവരെ കണ്ടില്ലെന്ന് അടിക്കുകയും ചെയ്തൊരവസ്ഥയുണ്ട്. ഇവർ ഇവിടെ കേരളത്തിൽ ജീവിക്കുന്ന ജീവിതാവസ്ഥ വളരെ വളരെ മോശം, പരിതാപകരമാണ് യഥാർത്ഥത്തിൽ. അത് പലപ്പോഴും എന്താ പറയുക, നമ്മളുടെ ഇവർ വർക്ക് ചെയ്യുന്ന തൊഴിൽ മേഖലകളായിട്ട് ബന്ധപ്പെട്ടുള്ള വേണ്ട രീതിയിലുള്ള ഒരു അവരുടെ തൊഴിലും അവരുടെ ആരോഗ്യവും അവരുടെ ജീവനവും ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പലതരം നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അത് തീർച്ചയായിട്ടും സർക്കാർ ഇടപെടേണ്ട ഒരു ഏരിയ തന്നെയാണ്. പശ്ചിമ ബംഗാൾ, ബീഹാർ, അസം, ഉത്തർപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് 75% തൊഴിലാളികളും കേരളത്തിൽ എത്തുന്നത്. അയൽ സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് എത്തുന്നവരും കുറവല്ല. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ അവർ കാണുന്നൊരു ആകർഷണം എന്ന് പറയുന്നത്, ഒന്ന്, കേരളത്തിൽ മറ്റു തരം സാമൂഹ്യ ടെൻഷൻസ് ഇല്ല, വളരെ സേഫാണ് കേരളം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഒരു തൊഴിൽപരമായി അവർ കുറച്ചുകൂടി കേരളം വളരെ ഒരു സൗഹൃദപരമാണ് കാണുന്നത്. എന്താ കാരണം വെച്ചാൽ, ഒന്ന്, കേരളത്തിൽ കൂലി നിരക്ക് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇവർ വരുന്ന സംസ്ഥാനങ്ങളിൽ പലയിടത്തും കിട്ടുന്ന കൂലിയുടെ 3 ഇരട്ടിയാണ് കേരളത്തിൻ്റെ റേറ്റ്, സാധാരണ റേറ്റ്. ഇവിടെ തൊഴിൽ ധാരാളമുണ്ട്. മൂന്നാമത്തെ കാര്യം, പറഞ്ഞ കൂലി കിട്ടും എന്നുള്ളതാണ്. കുറച്ചു വർഷമായി തമിഴ്നാട്ടിൽ നിന്ന് തൊഴിൽ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. തൊഴിൽ തേടിയെത്തുന്നവരിൽ ഭൂരിഭാഗവും 18-നും 35-നും വയസ്സിനിടയിലുള്ള പുരുഷന്മാരാണ്. നല്ലൊരു ശതമാനം സ്ത്രീകളും ഇവർക്കൊപ്പം എത്തുന്നുണ്ട്. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്താണ് ഇവർ ജോലി ചെയ്യുന്നത്. കെട്ടിട നിർമ്മാണം, പ്ലൈവുഡ്, ചെരുപ്പ്, ഇഷ്ടിക തുടങ്ങിയവ നിർമ്മിക്കുന്ന ചെറുകിട വ്യവസായങ്ങൾ, ഹോട്ടൽ, റോഡ് നിർമ്മാണം, മുടിവെട്ട്, സെയിൽസ്മാൻ, കൂലിപ്പണി എന്നുവേണ്ട എറണാകുളത്തെയും പാലക്കാട്ടെയും നെൽകൃഷിയിടങ്ങളിൽ പോലും മറ്റ് സംസ്ഥാന തൊഴിലാളികളാണ് ഉള്ളത്. ഇവർക്ക് മനുഷ്യസഹജമായൊരു ജീവിതം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ ഒരു സംവിധാനവും ഇന്നില്ല. 17,000 കോടി രൂപ അവർ അവരുടെ സംസ്ഥാനത്തേക്ക് അയക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വേതനമാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ മേഖലയിൽ ഏതാണ്ട് 70% പേര് അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. 300 മുതൽ 400 രൂപ വരെയാണ് അവർക്ക് വേതനം കിട്ടുന്നത്. അതിൽ മിച്ചം പിടിച്ചാണ് അവർ അവിടെ ജീവിക്കുന്നത്. അങ്കിൾ ടോമിൻ്റെ ചാളയിലെ പോലെയാണ് അവരുടെ ജീവിതം ഇവിടെ നടക്കുന്നത്. പരിസരവാസികളുമായി മുഴുവൻ അവർക്ക് എന്താണ്, കുളിക്കാൻ സൗകര്യങ്ങളില്ല, കിടപ്പാടങ്ങളില്ല, അവർക്ക് മലമൂത്ര വിസർജന സൗകര്യങ്ങളില്ല, അവർക്ക് ക്ഷേമ പദ്ധതികളില്ല. അവർ മനുഷ്യരെയല്ല എന്ന നിലയ്ക്ക് ഒരു സമീപനം സ്വീകരിക്കുന്നത്. ജനസംഖ്യയിൽ 10% പേരും പ്രവാസികളായ ഈ സമൂഹത്തിന് പോലും അഭിലഷണീയമല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. സവിശേഷ വൈദഗ്ധ്യമില്ലാത്ത തൊഴിലാളിക്ക് ഇവിടെ ഒരു ദിവസം 300 മുതൽ 350 രൂപ വരെ കൂലി കിട്ടും. 4 മണിക്കൂർ അധികം ജോലി ചെയ്താലാവട്ടെ 400 മുതൽ 450 രൂപ വരെ ലഭിക്കും. അവരുടെ നാട്ടിൽ ഒരു ദിവസം മുഴുവൻ പണിയെടുത്താൽ കിട്ടുന്നത് 70 മുതൽ 100 രൂപ വരെയാണ് എന്നത് കണക്കിലെടുക്കുമ്പോൾ ഇത് വലിയ തുക തന്നെയാണ്. എന്നും പണിയുണ്ടാകുമെന്നതും ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആകർഷണമാണ്. സ്വന്തം നാട്ടിലുള്ളതിനേക്കാൾ ജോലിയും കൂലിയും പ്രതീക്ഷിച്ച് നമ്മുടെ നാട്ടിലെത്തുന്ന ഇതര സംസ്ഥാനക്കാരുടെ തൊഴിലിടങ്ങൾ ഏറെ അപകടകരവും ചൂഷണം നിറഞ്ഞതുമാണ്. 20 ലക്ഷത്തിലധികം വരുന്ന മറുനാടൻ തൊഴിലാളികൾക്കിടയിൽ ഏകദേശം 20 പേരെങ്കിലും പ്രതിമാസം ഇവിടെ മരിക്കുന്നു. തൊഴിലിടങ്ങളിലെ അപകടങ്ങളിലാണ് മരണം ഏറെയും സംഭവിക്കുന്നത്. ഇവരുടെ മരണവിവരങ്ങൾ ഒന്നും തന്നെ സർക്കാർ രേഖകളിൽ ഇടം പിടിക്കാറില്ല. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം കോർപ്പറേഷനുകൾ, പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി, എറണാകുളം ജില്ലയിലെ വെങ്ങോല, രായമംഗലം, അശമന്നൂർ, വാഴക്കുളം പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ മരണവിവരങ്ങളിൽ നിന്നാണ് കേരളത്തിൽ പ്രതിമാസം 20 മറുനാടൻ തൊഴിലാളിയെങ്കിലും മരിക്കുന്നുണ്ട് എന്ന് കണക്കാക്കുന്നത്. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടേത് മാത്രമായി
കണക്കുകൾ ലഭ്യമല്ല. കെട്ടിട നിർമ്മാണ രംഗത്തുള്ള വൈദഗ്ധ്യമില്ലാത്ത തൊഴിലാളികളാണ് അധികവും അപകടത്തിന് ഇരയാവുന്നത്. ബഹുനിലകളുള്ള കെട്ടിടങ്ങൾക്ക് മുകളിൽ പണിയെടുക്കുന്ന ഇവർക്ക് സുരക്ഷാ ഉപകരണങ്ങൾ ഒന്നും തന്നെ നൽകാറില്ല. ജോലി പോകുമെന്ന പേടിയിൽ കോൺട്രാക്ടർമാർ പറയുന്ന പണികളെല്ലാം ഏതു സാഹചര്യത്തിലും ചെയ്യാൻ ഇവർ നിർബന്ധിതരാവുകയാണ്. കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് നേരെ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് പോകുമ്പോൾ അപകടമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവരെ ഏതെങ്കിലും തരത്തിലുള്ള സേഫ്റ്റി മെക്കാനിസത്തെ പറ്റി ഇവിടെ ആരും പറഞ്ഞു കൊടുക്കുക പോലും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസേന എന്ന രീതിയിൽ മരണങ്ങൾ സംഭവിക്കാറുണ്ട്. മരണങ്ങളുണ്ടായാൽ തൊട്ടടുത്ത പൊതു ശ്മശാനത്തിൽ ഇവരെ കൊണ്ട് അടക്കം ചെയ്യുന്നതിലാണ് നമ്മളുടെ ഇവിടുത്തെ അധികാരികളും അതുപോലെ തന്നെ മുതലാളിമാരും അവർ അതിനാണ് ശ്രമിക്കാറുള്ളത്. അവരുടെ ഭൗതിക ശരീരം അവരുടെ നാട്ടിലെത്തിച്ച് അവരുടെ വീട്ടിലത് എത്തിക്കാൻ പോലുമുള്ള സൗമനസ്യം പലരും കാണിക്കാറില്ല. ചിലർ അതിന് കാണിച്ചാൽ തന്നെ ആട്ടെ ഇവിടെ നിയമം അനുശാസിക്കുന്ന വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് പോലെയുള്ള നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏതെങ്കിലും ഒരു മുതലാളി ഇതുവരെയും അത്തരത്തിലൊരു കോമ്പൻസേഷൻ വാങ്ങിക്കൊടുത്തതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളി അപകടത്തിൽപ്പെട്ട് മരിച്ചാൽ യാതൊരുവിധ ഉത്തരവാദിത്വവും തൊഴിലുടമ ഏറ്റെടുക്കാറില്ല. മൃതദേഹം നാട്ടിലെത്തിക്കാൻ പോലും തൊഴിലുടമ തയ്യാറാവാറില്ല. പലപ്പോഴും കൂടെ പണിയെടുക്കുന്നവർ പണം പിരിച്ചാണ് മൃതദേഹം നാട്ടിൽ എത്തിക്കുന്നത്. കഴിഞ്ഞ മാസം അപകടത്തിൽപ്പെട്ട സഹപ്രവർത്തകരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനായി കോഴിക്കോട് ജില്ലയിൽ ഇവർ സമരരംഗത്ത് ഇറങ്ങേണ്ടി വന്നു. നാട് വിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരുടെ ആദ്യത്തെ അവകാശ പോരാട്ടമായി ഇതിനെ കാണാം. എറണാകുളം കളമശ്ശേരിയിൽ ഈയിടെ പ്രമുഖ ഭവന നിർമ്മാണ ഗ്രൂപ്പിന്റെ നിർമ്മാണത്തിനിടെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് പരുക്കുപറ്റിയ ഒഡീഷ സ്വദേശിയോട് തൊഴിലുടമ കാണിച്ചത് കൊടും ക്രൂരതയാണ്. ICUവിൽ പ്രവേശിപ്പിച്ച ഇയാളെ നാട്ടിലേക്ക് ആംബുലൻസിൽ കയറ്റി അയച്ചു. ഒഡീഷയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടറാണ് അപകട വിവരം തൊഴിലാളിയുടെ വീട്ടിൽ അറിയിച്ചത്. हमारा उड़ीसा का एक आदमी वो ऐसे तो हम आलुआ साइड वो बिल्डिंग का नाम है सिल्वर सन है सर. उधर जून महीना में वो काम किया था मगर वो काम करने का समय 14 फ्लोर से नीचे गिर गया सर. वो आके 7 फ्लोर में एक नेट बंधा हुआ था उसमें वो आके रुका हुआ है. बाकी उसका बाद में कंपनी उसको किम्स हॉस्पिटल में लेके आया और उधर 1 महीना ट्रीटमेंट किया है और उसका बाद में उधर ज़्यादा उसका खर्च हो जाएगा बोल के उसको मेडिकल कॉलेज में लेके आया और वहाँ पर वो उसको 1 महीना ऐसा तक रखा है. बाद में उसका और ज़्यादा कुछ ऐसा खर्च हो जाएगा बोल के यहाँ नहीं रखा है. और बाकी हमारा उड़ीसा में एक मेडिकल कॉलेज है उसमें उन लोग कॉन्टैक्ट करके उसका फैमिली से बिना बोलकर वो अपना मर्जी से एम्बुलेंस में सर गांव में भेज दिया. अभी वो लड़का का कोई बाप माँ नहीं है, माँ है सिर्फ ही, लेकिन माँ तो बूढ़ी है, उसका कोई कमाई भी नहीं है. ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നവർക്ക് ഇൻഷുറൻസും മറ്റ് ആനുകൂല്യങ്ങളും നൽകാൻ ആരും തയ്യാറാവുന്നില്ല. ഇവരെ അന്യദേശക്കാരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുകയാണ്. കിട്ടുന്ന കൂലിയുടെ കാര്യത്തിലും ഈ വർഗം വലിയ തോതിലുള്ള ചൂഷണത്തിന് ഇരയാവുന്നു. ഒരേ ജോലിക്ക് ഒരേ കൂലി എന്ന നയം ഇവരുടെ കാര്യത്തിൽ എല്ലായ്പ്പോഴും ലംഘിക്കപ്പെടുന്നു. यहाँ केरला का जो मजदूर लोग उन लोग भी जितना काम करते हैं उन लोग को 700, 600, 800 ऐसा भी मिलता है. लेकिन हम लोग को भी उतना भी काम करता है मगर हम लोग को 300 कहीं 350 कहीं 250 इसी हिसाब से ही मिलता है सर. उन लोग जितना उन मलाली लोग को जितना वजह से में रेट मिलता है हम लोग को 200, 250 कम उन लोग का बस हमको कम रेट में मिलता है सर. തൊഴിലാളികളെ കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് വിതരണം ചെയ്യുന്ന കങ്കാണിമാർക്ക് കൂലിയുടെ നല്ലൊരു ഭാഗവും കൊടുക്കേണ്ടി വരുന്നുമുണ്ട്. കേരളത്തിലുള്ള സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ ഇടയിൽ തന്നെ കൂലി വിവേചനം നിലനിൽക്കുകയാണ്. പുരുഷ ജോലിക്കാർക്ക് കൊടുക്കുന്ന വേതനം സ്ത്രീ തൊഴിലാളികൾക്ക് കൊടുക്കുന്നില്ല. അതേസമയത്ത് സ്ത്രീ തൊഴിലാളികൾക്ക് വേതനം കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ 350 രൂപ 450 രൂപ സ്ത്രീ തൊഴിലാളികൾക്ക് ലഭിക്കുമ്പോൾ ഹിന്ദി തൊഴിലാളികളുടെ 20 രൂപയുടെ അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട്
ആ 20 രൂപ കേരളത്തിലെ സ്ത്രീ തൊഴിലാളികൾക്ക് കൊടുത്ത് 500 രൂപ ആക്കുന്ന ഒരു രീതി കേരളത്തിലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ കാണുന്നുണ്ട്. ചിലയിടങ്ങളിൽ സബ് കോൺട്രാക്ട് വർക്ക് ഏറ്റെടുക്കുന്ന തൊഴിലാളി യൂണിയനുകൾ പോലും അന്യസംസ്ഥാനക്കാർക്ക് മതിയായ വേതനം നൽകാനോ അവരെ യൂണിയൻ പ്രവർത്തനങ്ങളുമായി സഹകരിപ്പിക്കാനോ അനുവദിക്കാറില്ല. तो वो लोग बोल रहा है हम तो यूनियन का आदमी इसलिए मिलता है, तो मैंने पूछा हम लोग यूनियन में नहीं आ सकता है. बोला तुम तो बंगाल का आदमी है, तुम बंगाल का आदमी यूनियन में कैसे आएगा, नहीं आ सकता है, ऐसे करके बोल रहा था. तब से मैं कुछ ऐसे कुछ पूछा नहीं. तो एक बार हिंदी वाला का एक मीटिंग हुआ था काकानाड में, बड़ा वाला एक जुबली हॉल है, इधर मीटिंग हुआ था. तो हिंदी वाला का आदमी तो उधर में आया था, बोल रहा था हिंदी लोग यूनियन में आएगा. तो ऐसे करके कुछ बाद में कुछ हुआ नहीं. അസംഘടിത മേഖലയിലുള്ള ട്രേഡ് യൂണിയൻ ആ സ്ഥലങ്ങളിലൊന്നും തന്നെ നിലനിൽക്കാത്തതുകൊണ്ട് അവർക്ക് ട്രേഡ് യൂണിയൻ പ്രവർത്തനം അവർക്ക് അജ്ഞമാണ്. അതുകൊണ്ട് തന്നെ അവർ നേരിട്ട് ട്രേഡ് യൂണിയനിലേക്ക് വന്ന് ചേരുവാൻ തയ്യാറാവുന്നില്ല. അതേസമയത്ത് കേരളത്തിലെ ട്രേഡ് യൂണിയനുകൾ അടക്കം അവരെ ചൂഷണം ചെയ്യുമ്പോൾ അവർക്ക് ഈ വിമുഖത കൂടിക്കൂടി വരത്തുള്ളൂ. കാരണം ഇവിടുത്തെ ട്രേഡ് യൂണിയനുകൾ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ്റെ തൊഴിലാളികൾ എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് പണിയെടുക്കുന്ന ആൾക്കാർ ഹിന്ദി തൊഴിലാളികൾ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്ത് വരുന്ന തൊഴിലാളികളെ ചൂഷണം ചെയ്യുമ്പോൾ അവർ ഈ ട്രേഡ് യൂണിയനുകളോട് മുഖം തിരിച്ചു നിൽക്കുക അല്ലെങ്കിൽ അവരോട് കൂടുതൽ അതിനകത്തേക്ക് വരാൻ വിമുഖത കാണിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ മുഖ്യ ട്രേഡ് യൂണിയനുകൾ ഇവരെ കൈയൊഴിയുകയാണ്. എന്നാൽ ചില ഇടതുപക്ഷ ഗ്രൂപ്പുകൾ ഈ അടുത്ത കാലത്ത് ഇവർക്കായി രജിസ്ട്രേഡ് യൂണിയനുകൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരം യൂണിയനുകൾക്ക് ഇവർക്കിടയിൽ പ്രവർത്തിക്കാൻ പൂർണ്ണമായും സാധിക്കുന്നുമില്ല. അവർക്ക് ആനുകൂല്യങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. മൈഗ്രൻ്റ് ലേബർ ആക്ട് ഉണ്ട്, അതിനുശേഷം അത് പുതുക്കിയിട്ടുണ്ട്, ക്ഷേമ പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബഹുഭൂരിപക്ഷവും ഇന്ന് യൂണിയനിസ്റ്റ് അല്ല, ബഹുഭൂരിപക്ഷവും അവകാശങ്ങളില്ല, ബഹുഭൂരിപക്ഷങ്ങൾക്കും അവകാശത്തെക്കുറിച്ച് ബോധവുമില്ലാത്ത അടിമ സമാനമായ ഒരു ജീവിതം നയിക്കുന്ന വളരെ സാധാരണക്കാരായ മനുഷ്യർ സ്വന്തം നാട്ടിൻപുറങ്ങളിൽ നിന്ന് വിദൂരസ്ഥങ്ങളായ നഗരങ്ങളിലേക്ക് വികസന പദ്ധതിയുടെ ഭാഗമായി ആട്ടിയോടിക്കപ്പെടുന്നവരാണ് ഇതിന് ബഹുഭൂരിപക്ഷം. തൊഴിലിടങ്ങളിൽ ഇത്രയേറെ ചൂഷണത്തിന് വിധേയരാകുന്ന ഈ വിഭാഗങ്ങൾ താമസിക്കുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിലാണ്. നമ്മുടെ നാടിന്റെ വികസന കുതിപ്പിന് മുഖ്യ പങ്കുവഹിക്കുന്ന ഇവർ ഇത്രയേറെ മോശപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്നതിന് ഉത്തരവാദികൾ ആരാണ്? വളരെ ശോചനീയമാണ് ഇവർ പാർക്കുന്ന ഈ ഇടങ്ങൾ. കോൺട്രാക്ടർമാർ മുഖേന എത്തുന്നവർക്ക് അവർ തന്നെയാണ് തൊഴിലിടത്തിന് സമീപം ഷെൽട്ടറുകൾ ഒരുക്കുന്നത്. ഒരു കുടിസുമുറിയിൽ 10 അതിലധികമോ പേർ താമസിക്കേണ്ടി വരുന്നു. एक आदमी का 1000 रुपया देता है, छोटा कमरा है, क्या आदमी रूम में जगह नहीं आता है. एक रूम में 10 आदमी रहता है, 10 आदमी का 10,000 पत्ता है रूम. उसको पैसा मांगता है, पैसा नहीं देता है तो पैसा नहीं मिलेगा तो उसको बोलो भागो, इसका चले जाओ, रूम खाली करो, ऐसा ही बोलता है. വളരെ ഖേദത്തോടെയാണെങ്കിൽ പോലും അന്തർ സംസ്ഥാന തൊഴിലാളികൾ 10-20 ആൾക്കാർ ഒരു ചെറിയ കുടിസുമുറിയിൽ യാതൊരു സൗകര്യമില്ലാതെ 10, 50, 60 അല്ലെങ്കിൽ 100 ആൾക്കാർക്ക് ഒരു ബാത്റൂം ഉപയോഗിക്കേണ്ടി വരുന്ന അത്തരം വൃത്തിഹീനമായ ഒരു മനുഷ്യർക്കും താമസിക്കാൻ കഴിയാത്ത ചുറ്റുപാടിലാണ് ഇവർ ഇന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ മേഖലകളിലും എല്ലാ തൊഴിലിടങ്ങളിലും അന്തർ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവരുന്നത് ലാഭം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഘടകമായിട്ടാണ്. ആവശ്യത്തിന് വെളിച്ചം പോലുമില്ലാത്ത ആ മുറിയിൽ തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. 150-ലധികം തൊഴിലാളികൾ പാർക്കുന്ന ലേബർ ക്യാമ്പുകളിലാവട്ടെ ആകെയുള്ളത് 6 കക്കൂസുകൾ മാത്രം. കുളിയെല്ലാം പൊതു ഇടങ്ങളിൽ തന്നെ. എന്നാൽ കൂലിപ്പണിക്കായി എത്തുന്നവർ പുറമ്പോക്ക് ഭൂമികൾ, കടത്തിണ്ണകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റോപ്പുകൾ എന്നിവിടങ്ങളിലെ പരിസരങ്ങളിലാണ് അന്തിയുറങ്ങുന്നത്. അതല്ലെങ്കിൽ ദിവസ വാടകയ്ക്ക് തലചായ്ക്കാൻ ഇടം കണ്ടെത്തും. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ക്ഷേമനിധി തുടങ്ങാൻ മാറി മാറി വരുന്ന സർക്കാരുകൾ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു. കേരളത്തിൽ നിലവിൽ ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ളത്
ആകെ 27,790 പേരാണ് എന്നാണ് തൊഴിൽ വകുപ്പിന്റെ കണക്ക്. നമുക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആക്ച്വൽ ഡേറ്റ നമുക്ക് കിട്ടുന്നില്ല. എത്ര മൈഗ്രൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇന്നുവരെ ഒരു കറക്റ്റ് കണക്ക് ലഭിക്കുന്നില്ല. പിന്നെ ഉള്ളത് ഓവർ ക്രൗഡഡ് ആൻഡ് അൺഹൈജീനിക് സറൗണ്ടിങ്സ് ആണ്. പിന്നെ ഉള്ള ഒരു മേജർ പ്രശ്നം, നമ്മൾ ഒരു ഭാഗത്ത് ചെന്ന് കണക്കെടുത്ത് കഴിയുമ്പോൾ അടുത്ത ഭാഗത്ത് ചെല്ലുമ്പോൾ ഈ ഭാഗത്തുള്ളവർ ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാകും. അങ്ങനെ ഒരു ഫ്രീക്വൻറ്റ് ഷിഫ്റ്റിംഗ് ഒരു പ്രോബ്ലമാണ്. ഇവർക്കായി നടപ്പാക്കുന്ന പദ്ധതികളെല്ലാം ആസൂത്രണത്തിലെ പോരായ്മകൾ കൊണ്ടോ നിർവഹണത്തിലെ പാളിച്ചകൾ കൊണ്ടോ നടക്കാതെ പോവുകയാണ്. ഈയിടെ പ്രഖ്യാപിച്ച കണക്കെടുപ്പ് പോലും പ്രഹസനമാവുകയായിരുന്നു. എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ സംഭവിച്ചാൽ പോലീസ് വെരിഫിക്കേഷനു വേണ്ടിയുള്ള തന്ത്രം മാത്രമാണ് ഈ പദ്ധതി എന്ന ആക്ഷേപവും നിലവിലുണ്ട്. ഓരോ വികസന നേട്ടങ്ങൾക്ക് പിന്നിലും മറുനാടൻ തൊഴിലാളികളുടെ വിയർപ്പും അധ്വാനവുമുണ്ട്. അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. മറുനാടൻ തൊഴിലാളികളെ അവഗണിക്കുമ്പോൾ ഒന്നോർക്കണം, നമ്മളും വലിയൊരു പ്രവാസി സമൂഹത്തിന്റെ ഭാഗമാണെന്ന്. ഈ കേരളം ഒരു എക്സ്പാൻഡിങ് എക്കോണമി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും കേരളത്തിന് പുറത്തുനിന്നുള്ള തൊഴിൽ കായിക അധ്വാനത്തിൻ്റെ ആവശ്യമുണ്ട്. അത് ഇന്ന് ഫില്ല് ചെയ്യുന്നത് ശരിക്കും അത് പരിഹരിക്കുന്നത് പുറത്തുനിന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഇവർ വെൽത്ത് ക്രിയേറ്റേഴ്സാണ്. ഇവരുന്ന് പൈസ കൊണ്ടുപോകുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും കാണാൻ പറ്റില്ല. കാരണം ഇവർ കേരളത്തിൻ്റെ ധനം, കേരളത്തിൻ്റെ എവരിഡേ ലൈഫ് സാധ്യമാക്കുന്നവരാണ്.